ഭക്തിയോട് കൂടിയിട്ട് ഒരില തന്നാ മതി, ഒരു പൂ തന്നാ മതി, തുള്ളി വെള്ളം തന്നാ മതി. ഭഗവാനെ പൂജ കഴിക്കുന്ന ഭക്തജനങ്ങളൊക്കെ കയ്യിൽ സംഘടിച്ചിട്ട് അർഘ്യമിതം പാദ്യമിതം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് അപ്പാണ്, ഇത് അടയാണ്, ഇത് ലഡ്ഡുവാണെന്നൊക്കെ പറഞ്ഞ് ഓരോ തുള്ളി വെള്ളം ഒഴിക്കുക. പക്ഷെ ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. ലഡ്ഡു വേണം, അപ്പാണ്, ശരി, എങ്ങനെയാണെങ്കിലും ശുദ്ധമായ ഹൃദയത്തോടു കൂടിയിട്ട് എന്തെങ്കിലും പ്രത്യാഗമനം പ്രതീക്ഷിക്കാതെ കണ്ട നിസ്വാർത്ഥമായി സ്നേഹത്തോടു കൂടിയിട്ടാണ് ഒരുവൻ ഒരു തുള്ളി വെള്ളം എന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് വെച്ചാൽ അത് ഞാൻ സ്വീകരിക്കും. കാരണം അതിന് പ്രേമത്തിന്റെ സ്വാദുണ്ട്. സുധാമാവേ, ഒരു പഴായിക്കോട്ടെ, ഒരു തുള്ളി വെള്ളമായിക്കോട്ടെ, ഒരു പൂവായിക്കോട്ടെ, ഒരു ഇലയായിക്കോട്ടെ, പ്രേമത്തോടു കൂടി തന്നാൽ ഞാൻ സ്വീകരിക്കും. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമസ്നാമി പ്രയതാത്മനഃ. അതുകൊണ്ട് തന്നോളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുധാമാവ് ആ വിൽക്കിടി കൊടുക്കാൻ തയ്യാറായില്ല. കാരണം ഭക്തിയുള്ളവർ നമ്മ സ്വീകരിക്കുന്ന ഭഗവാൻ പറഞ്ഞത് ഇവിടെ ഭക്തി എന്ന് തോന്നിയ സുധാമാവിന് വിനീതനായതുകൊണ്ട് ഭഗവാനത് കൊടുക്കാൻ തോന്നിയില്ല. പത്ന്യാഹ പതിവ്രതയായിരിക്കുന്ന പത്നിയുടെ ഇംഗിതത്തിന് ഭംഗം വരുത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് സുധാമാവിനെ കാണാൻ വന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ ഭജിച്ച സുധാമാവിനെ ഞാൻ ദേവദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വരം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് എന്നവിടെ തീർച്ചയാക്കലും സുധാമാവിന്റെ ആ ബാഹുലത്തിലിരിക്കുന്ന ആ ഒരു പിടി അവില അതിന് പിടിച്ചെടുത്ത് ആ വസ്ത്രം അഴിച്ച് അതിൽ നിന്ന് വേഗം ഒരു പിടി കഴിച്ചു. ഇതൊരു സ്വാദാണതിന്, ഇത്ര സ്വാദുള്ള അവല് കൊണ്ടുപോകുന്നത് എനിക്ക് തയ്യാണ്ടിരിക്കൂടെ എന്ന് പറഞ്ഞ രണ്ടാമത് കൂടി ഒരു പിടി എടുത്ത് കഴിക്കാൻ പുറപ്പെട്ടു. ഭഗവാനാണെങ്കിൽ ഈ ലോകം മുഴുവനും ഒരുമിച്ച് സന്തോഷിച്ചതുപോലെയുള്ള ഒരു ആനന്ദം. ഭക്തജനങ്ങളൊക്കെ പ്രിയത്തോടു കൂടിയിട്ട് ഭഗവാൻ ഭക്ഷണത്തിന് കൊടുക്കുന്ന സമയത്ത് അതിന് പ്രേമമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ തിരിഞ്ഞു നോക്കുള്ളൂ. അതില്ലാണ്ടായി കൊടുത്താലും തിരിഞ്ഞു നോക്കാറില്ല. ഇനിയിപ്പോ പ്രേമത്തോട് കൂടിയിട്ട് കൊടുക്കുക ചിലപ്പോ ഭഗവാൻ സ്വീകരിക്കില്ല. അമ്മ യശോദയൊക്കെ പിന്നെയും പറയും, കൊമ്പും ചൂരലും കക്ഷത്തിൽ വെക്കാം, പമ്പരം വെക്കാമംഗത്തിൽ, അന്യന്മാരാരും വന്നെടുക്കില്ല, കണ്ണനും നീ എനിക്ക് വേണ്ട പറയണ്ട. എന്താ കാരണം എന്ന് പറയാ? ഇങ്ങനെ പറയണ സമയത്ത് യശോദ പിന്നെയും കെഞ്ചു, നിന്നൂട്ടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും ധന്യരാം ഗോപബാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു, കണ്ണനും നീ എന്നിങ്ങനെ യാചിക്കുമ്പോഴും അപ്പോഴാണ് ആ അമ്മയുടെ കണ്ണിങ്ങനെ അറിയാം, കഴിക്കല്ലേ കൃഷ്ണ, ഞാൻ എത്ര നേരമായി തന്നെ കൊണ്ട് നടക്കും, ഇത് കഴിക്കാൻ എന്നിങ്ങനെ പറഞ്ഞാൽ അമ്മ അങ്ങനെ കണ്ണുനീര് പൊഴിക്കാൻ പുറപ്പെടുമ്പോഴേക്കും അത് താഴെ വീഴാൻ അനുവദിക്കില്ല. എന്നാ അമ്മയെ ഒപ്പി പഠിച്ചു വേണം കഴിക്കാം. വേഗം പറയുമ്പോഴേക്കും ആ കണ്ണുനീര് കുറച്ച് യശോദ വേഗം ഒന്നും കൂടി കുഴച്ച് ആ കിണ്ണത്തിന്റെ വക്കത്തിന് വടിച്ച് അതിൽ തരുമ്പോ അതിലെന്തൊരു സ്വാദം. ഇന്ന് സുധാമാവ് അതിന് വന്നപ്പോ എനിക്ക് ആ സ്വാദം ഓർമ്മ വന്നത്. എന്നിട്ട് ഇത്ര നേരം തരാണ്ടിരുന്നൂലെ എന്ന് പറഞ്ഞു വേഗം ഒരു പിടി കൂടി എടുത്ത് കഴിക്കാൻ പുറപ്പെടുമ്പോഴൊക്കെയാണ് കുചിപീഠകം കുചിപീഠകം
സദ്യ നീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതി കയ്യിൽ വന്ന് പിടിച്ചു. അത്ര സ്വാതന്ത്ര്യം ഞങ്ങൾ കഴിക്കട്ടെ, ഒറ്റയ്ക്കാ കഴിക്കുക. കാരണം ഈ സുജാമാവിന് കൊടുക്കാവുന്ന അനുഗ്രഹം കൊടുക്കൽ കഴിഞ്ഞു. ഇനി ഒരു പിടി കൂടി കഴിച്ചാൽ സുജാമാവിന്റെ ദേഹാഭിമാനം തന്നെ നഷ്ടമാവും. ആ സുജാമാവിന്റെ ദേഹത്തിന്റെ അഭിമാനം പോയി കഴിഞ്ഞാൽ സുജാമാവ് ഒരു പക്ഷെ അപ്പൊ തന്നെ ദേഹം തിരിച്ചു വരാം. ആ പത്നിയോടെ കാത്തിരിക്കുന്നത് ഞങ്ങള് ഭാര്യമാരൊക്കെ അതിൻ്റെയൊക്കെ കഥയുണ്ട്, നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടം വിരുന്ന് കാണിച്ചാൽ മതി എന്നും പറഞ്ഞ ആ വിരുന്ന് എടുത്ത് ലക്ഷ്മി ഭഗവതി അപ്പൊ ലക്ഷ്മി എനിക്കില്ലേ, നീ എപ്പോഴെങ്കിലൊക്കെ തരാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയതാ. പിന്നെ ഓരോ സപ്താഹം കാത്തിരിക്കുക കൃഷ്ണൻ അപ്പോഴേക്ക് വിട്ടുപോയി. അല്ലാണ്ട് ലക്ഷ്മി ഉണ്ടോന്ന് കൊടുക്കണം സപ്താഹത്തിലൊക്കെ ആ 6ാമത്തെ ദിവസം ഉച്ചയായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. എന്താ ആ അതിന്റെ സ്വാദം, ഇത്ര സ്വാദം സുധാമാവ് കൊണ്ടുവന്നതായിട്ടുള്ള അതിന്റെ സ്വാദം, അത് പ്രേമത്തിന്റെ സ്വാദായിരുന്നു. ഇത്ര മധുര ഞാനും മതിയെ ഓർത്തിരും പ്രചുര പ്രേമമാഹാത്മ്യം സുദിനം താവക സംഗമുദിതം മാനസം മമ വിധുതാഖ സുഖി സോഹം മധുരോക്രീ പറയല്ലേ. തമാശ പറയില്ല സുധാമാവേ. ഈ പ്രേമത്തിന് ഇത്ര സ്വാദുണ്ടെന്ന് സുധാമാവ് അതുകൊണ്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഒരു കൂട്ടം പറഞ്ഞിരുന്ന പ്രഭാതമായപ്പോഴാണ് അയ്യോ നേരെ ഒരുപാടായി, കൃഷ്ണ ഇനി ഇവിടെ ഇരിക്കല്ല, സമയം ഒരുപാടായി. അവിടെ പത്നി കാത്തിരിക്കുന്നു, കുട്ടികൾ കാത്തിരിക്കുന്നു, അവരൊക്കെ ഞാൻ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും. ഒരു സമയം പോയത് അറിഞ്ഞില്ല, മതിയായിട്ടല്ല കേട്ടോ, എന്നാലും പിന്നെ കാണാം. പാരാതേ വരവും മേ ഹരേ പാർത്തു മരുവുന്നു ശിശുക്കളും ദർശനം പുനരസ്തു പുഷ്കര വിലോചന ത്വൽകൃപാകാരണേന ചൊൽക്കൊണ്ട കൃതാർത്ഥേഷു ഇക്കാലം അഗ്രഗണ്യ പുഷ്കര ഞാനും വരാം എന്ന് പറഞ്ഞില്ല. സുധാമാവിനെ യാത്രയാക്കുന്നു. ഞാൻ ഒരിക്കലും കൃഷ്ണനെ മറക്കരുത്, എന്നേക്കാൾ നിർബന്ധം കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് പത്നിയെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം സമാനശീലയാണ് ആ പത്നി. ഞാൻ പുറപ്പെട്ടു, പക്ഷേ തന്റെ ഭവനത്തിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഇത് എന്തൊക്കെ ആലോചിച്ച് വന്നതാണെന്ന് ഞാൻ വീണ്ടും ദ്വാരകത്തിന് എത്തിയോ എന്ന് പരിഭ്രാന്തരായി പോയി. സുധാമാവ് നോക്കുമ്പോഴാണ് അതിഗംഭീരമായിരിക്കുന്ന മണിമാളികകളോട് കൂടിയിട്ട് സുധാമാവിന്റെ ഭവനം മാത്രമല്ല, സുധാമാവ്
പ്രദേശം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സുദാമാവിന് സമാനമായിരിക്കുന്ന ഭവനങ്ങളോട് കൂടിയിട്ട്, പരിചാരക വൃന്ദങ്ങളോട് കൂടിയിട്ട് ആ പ്രദേശത്തുള്ള എല്ലാവരും സർവസമ്പൽ സമൃദ്ധിയെ പ്രാപിച്ചിരിക്കുകയാണ്. ഒരു നാട്ടിൽ ഒരൊറ്റ ഭക്തനെ ഉണ്ടാവുള്ളൂ, നാട നേരെ ഒറ്റൊന്നു മതി. അത് ശരിക്കുള്ളതാണെങ്കിൽ നാടക നേരെ ഒന്നർത്ഥം. എന്റെ ഭക്തിയുക്തനായ ഒരുത്തൻ ഭുവനത്തെ തന്നെ ശുദ്ധീകരിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞത്. സുദാമാവ് ഈ വൈഭവമൊക്കെ കണ്ടപ്പോ സുദാമാവിന് ഒരിളക്കുണ്ടായില്ല. ഇതൊക്കെ എന്റെ കൃഷ്ണനിക്ക് തന്നതാണ്, നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടാണോ? പക്ഷെ ഞാൻ അങ്ങോട്ട് കൊടുത്തതിന്റെ മൂല്യം കണക്കാക്കാണ്ടേ എനിക്ക് ഇങ്ങോട്ട് ഇത്രയധികവും വരദാനത്തെ ചെയ്ത കൃഷ്ണന്റെ ഈ പ്രസാദത്തെ ഞാൻ ഇപ്പോഴും പ്രസാദ ബുദ്ധിയോടുകൂടി തന്നെ സ്വീകരിക്കണം എന്ന് കണക്കാക്കിയിട്ട് വിഷയലംബടനാവാതെ ഭഗവാന്റെ ആ പ്രസാദത്തെ സ്വീകരിച്ച സുദാമാവിന്റെ ഭക്തി വൈഭവത്തിന് മുമ്പിൽ സ്വതവേ എല്ലാവരും അജിതൻ അജിതൻ എന്ന ഭഗവാനെ വിളിക്കാം. ആരാലും തോൽപ്പിക്കാൻ പറ്റാത്തവെന്നർത്ഥം. പക്ഷെ ഇപ്പൊ ആ അജിതൻ പരാജിതനായി. സുദാമാവിന്റെ ഭക്തിഭാവത്തിന് മുമ്പിൽ ഭഗവാൻ തോറ്റുപോയി. സുദാമാവ് വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഇനി എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും കൃഷ്ണ, കൃഷ്ണുമായിട്ടുള്ള ഈ സൗഹൃദം, ഈ സഖ്യം, ഈ മൈത്രി, ഈ ദാസ്യഭാവം, ഇതില്ലാത്തൊരു ജന്മം എനിക്ക് ഉണ്ടാവരുതേ. കാരണം ഞാൻ ഇതിന്റെ സുഖം അനുഭവിച്ചു പോയില്ലേ, ഇനി വേറെന്ത് വന്നാലേ എനിക്ക് പറ്റിയ ഇതിന്റെ സുഖം ഞാൻ അനുഭവിച്ചു പോയി. കൃഷ്ണനെ ആശ്രയിക്കുന്നതിന്റെ രസം അത് അനുഭവിച്ചു പോയി. അത് ഒരു തവണ അനുഭവിച്ചാൽ അവൻ പെട്ടു. കാരണം പിന്നെ അവന് ഈ വിശ്വത്തിന് വേറെ എന്ത് കിട്ടിയാലും ഇതുപോലെ ആയി തോന്നില്ല. അതുകൊണ്ട് എനിക്ക് വേറൊന്നും തരുതേ. തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനിസ്യൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തൽ പുരുഷ പ്രസംഗഃ. എനിക്ക് ജനിക്കേണ്ടി വന്നാൽ കൃഷ്ണ, കൃഷ്ണുമായിട്ടുള്ള ഈ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യഭാവങ്ങൾ ഉണ്ടാണെന്ന് മാത്രമല്ല, ഇതുപോലത്തെ കുറച്ച് കൂട്ടുകാരി എനിക്ക് വേണം. കൃഷ്ണനുമായിട്ട് കൂടി ചേർന്നിരിക്കുന്നവര്, കൃഷ്ണന്റെ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് സംഘം ഉണ്ടാവാവേ. ഒരിക്കലും വിഷയ ദൂഷിതരായിരിക്കുന്ന ഹൃദയത്തോട് കൂടിയവരുമായിട്ടൊരു സംഘം വരുന്നൊരു ജന്മം എനിക്ക് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പ്രസാദത്തെ സസന്തോഷം അനുഭവിച്ച സുദാമാവ് അചിരേണ മുക്തഭാവത്തെ പ്രാപിച്ചു. സുദാമാവിന്റെ കഥ നമ്മൾ കേട്ടാൽ നമുക്ക് ഭക്തി ഉണ്ടാവുന്നതാണ്. നമുക്കും അതെ, നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന ചിന്തകളാകുന്ന വിത്തുകളെ ഇടിച്ച് പരത്തി ഇനി മുളയ്ക്കാത്ത വിധത്തിലാക്കി ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പുറപ്പെടാം. അത് ഭഗവാൻ സ്വീകരിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛ. പക്ഷേ ചരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെന്നേ ഗുരുവായൂരം തന്നിൽ മരുമഖില ദുരിതഃ. എന്റെ ഭക്തന് നാശമില്ല എന്ന് ഭഗവാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പാലിച്ചിരിക്കും. പക്ഷെ ചിത്തം ശുദ്ധമാണ്. നാനാവിധ കാമഭോഗങ്ങളോടുള്ള ആർത്തി നിമിത്തം ആരെങ്കിലും ഭഗവാന്റെ മുമ്പിലേക്ക് പോവാണെങ്കിൽ പോവാതിരിക്കുക നല്ലത്. എനിക്കിഷ്ടല്ല. എന്നും എൻ്റെ അടുത്ത് ഒരാൾ വന്ന് അത് വേണേ, ഇത് വേണേ, മറ്റൊന്ന് വേണേ, മറിച്ച് വേണേ എന്ന് എന്നോടൊരാൾ പറയുകയാണെങ്കിൽ 2 ദിവസം അയാൾ പറയുള്ളൂ, 3-ാമത്തെ ദിവസം അയാളോട് ഞാൻ ഈ വഴിക്ക് വരുമെന്ന് പറയും. ഭഗവാനായതുകൊണ്ട് പറയാണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ചാൽ മതി. ഓരോരോ ആൾക്കാര് പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ കെട്ടുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോണത് കണ്ടാൽ അടിക്കാൻ തോന്നും ഭഗവാനെ. പക്ഷെ അടിക്കാറില്ല. വല്ലാണ്ടൊക്കെ കയറുമ്പോഴാണ് ഒരടി കിട്ടുക. ആ അടി കിട്ടിയ പോലെ ഇരിക്കുന്നു. ഇത് മേടിക്കാണ്ട് കഴിച്ചുകൊണ്ടല്ലേ നല്ലത്. പലവിധത്തിലുള്ള കാമഭോഗങ്ങളുടെ പിന്നാലെ
ഭഗവാന്റെ അടുത്തേക്ക് പോകണത് എന്തിനാ? ഇതൊക്കെ ഇല്ലാണ്ടേവാന. പക്ഷെ അവിടെ നാലും ആളുകൾ അത് വേണമെന്നും ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അത് യുക്തിഭദ്രമായ ഭക്തിയല്ല. കെട്ടുകാഴ്ചകളിലും ലാഭ പൊതിയിലുമാണ് ആളുകൾ ഇന്ന് ഭക്തിയെ കൊണ്ടു നടക്കുന്നത്. പപ്പടമൊക്കെ തലയിലൊട്ടിച്ച് വടികുത്തി വളഞ്ഞുകുത്തി ഒരു സുധാമാവിൽ കുചേല ഗതി എന്നാ പറയുന്ന ചെയ്യും. കുചേലന്റെ ഒരു ഗതി ഇത്ര അധോഗതിയാവുന്ന കുചേലനെ നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ സുധാമാവിന് ഏകദേശം എത്ര പ്രായമായിട്ടുണ്ടാവും? കൃഷ്ണന്റെ അടുത്തേക്ക് വരുമ്പോ, കൃഷ്ണന്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഭഗവാൻ സുധാമാവിനോട് ചോദിച്ചു, സുധാമാവേ, സമാവർത്തനം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞില്ലേ? ആ വിവാഹം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ പറ്റിയ ആളല്ലേ ഈ നടന്നു വരുന്നത്? ഏതാ? അങ്ങനെ പറിച്ചിട്ടേ അങ്ങനെ ഒരാളോട് വിവാഹം കഴിഞ്ഞില്ലേ, പത്നി യോജിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ? പരിണയം കഴിഞ്ഞീതോ പത്നിയം ഭാവാനേറ്റം പരിഹൃഷ്ടയായിട്ടല്ലേ സ്വൈരം വാഴുന്നു സദാ. വിവാഹ വാർഷികത്തിന്റെ 25 കൊല്ലം കഴിഞ്ഞവരോട് പത്നി കേട്ട് യോജിച്ചിട്ട് നിന്റെ മോളെ ചോക്കേണ്ട നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതുള്ളതുകൊണ്ടാണ് ഈ 10-25 കൊല്ലം കഴിഞ്ഞത് തീർച്ചയാണെന്ന് അർത്ഥം. അപ്പോ വിവാഹം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഒരാളോടെ അങ്ങനെയൊക്കെ ചോക്കി വയ്ക്കും സ്വതവേ. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. നീ 90 കഴിഞ്ഞ് വേച്ച് വരുന്ന ഒരാളോട്, അതോ യദൃച്ഛയോപമന്യേന സന്തുഷ്ട എന്നാ ഭാഗവതം പറയണത്. യാദൃച്ഛികമായിട്ട് കിട്ടിയത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയണ സുധാമാവിനെയാണ് അയ്യോ എന്ന നിലയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് അർത്ഥം. ഈ വിവരല്യായുടെ ശക്തി എന്ന് ഇതിനൊക്കെ പറയാനുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് പറ്റണത്? എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം മാത്രം ഇങ്ങനെ അധപ്പതിച്ചു പോണത്? ഇവിടെ ആദ്യത്തെ കൊല്ലം തന്നെ അതൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറ്റില്ല. ആദ്യത്തെ കൊല്ലം തന്നെ പറഞ്ഞു ഇവിടെ പപ്പടൊട്ടിച്ച സുധാമാവ് വരണ്ടാ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വായിച്ചൊക്കെ ഇല്ല അവര്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കണത്. ഇതൊന്ന് വായിച്ചു നോക്കും നിങ്ങളെ. ഞാൻ പറയാറുണ്ട് എപ്പോഴും ഇവിടെ ഉള്ള എല്ലാ സുഹൃത്തുക്കളോടും, നിങ്ങളിതൊന്നും കേൾക്കും ഇവിടെ വന്നിരുന്നു. ഒരെണ്ണം ഇവിടെ വന്നിരിക്കാറില്ല. എന്റെ കുഴപ്പമാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? തുറന്ന അത് വായിച്ചു നോക്കിയാൽ ഈ വക അഭിപ്രായങ്ങളുടെ പിന്നാലെ പോലെയ ആളുകൾ എന്തുകൊണ്ടാണ് നാടകത്തിന്റെ പിന്നാലെ പോകുന്നത്? ഇത് മനസ്സിലാവില്ല. പിന്നെ അതല്ലേ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ വേണം. ഡ്രമ്മിന്റെ ഉള്ളിന്ന് നരസിംഹം പുറത്തു ചാടുന്നു. യഥാർത്ഥ നരസിംഹമൂർത്തി എവിടെ? ഈ ഡ്രമ്മിന്റെ ഉള്ളിന്ന് പുറത്തു ചാടുന്ന ഭൂതം എവിടെ? അപ്പോ ഇത് എന്തുകൊണ്ട് കേൾക്കണ സമയത്ത് നമുക്ക് ഭാവനയ്ക്ക് അതിരില്ല. കഥ കേൾക്കണ സമയത്ത്, സുധാമാവിനെ കുറിച്ച് കേൾക്കണ സമയത്ത് നമുക്ക് നമ്മുടെ ഭാവനയിൽ ആ സുധാമാവിനെ ആകാശത്തോളം ഉയർത്താം. മറ്റത് ഒരു കെട്ടുകാഴ്ച ഉണ്ടാവുമ്പോ ആ കാഴ്ചയിൽ കണ്ടോർന്നോളെ ഉയരുന്നു. അതിനങ്ങോട്ട് പോയില്ല. മനസ്സിലാവുണ്ടോ? പ്രാകട്യങ്ങളില് കണ്ണു മഞ്ഞളിച്ചു പോകുന്നത് യുക്തിയല്ല.